ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേബി ലവ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഗ്നൻസി എപ്പോൾ പ്ലാൻ ചെയ്യണം എന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമായിട്ട് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രഗ്നൻസി എപ്പോൾ പ്ലാൻ ചെയ്യണം. പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മെയിൽ ഫാക്ടറും ഫീമെയിൽ ഫാക്ടറും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അത് എപ്പോൾ പ്ലാൻ ചെയ്യണമെന്നത് അവർ തന്നെ തീരുമാനിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ദമ്പതികളുടെ അവകാശം തന്നെയാണ് പ്രഗ്നൻസി എപ്പോൾ പ്ലാൻ ചെയ്യണമെന്ന്. അപ്പോൾ എപ്പോൾ പ്രഗ്നൻ്റ് ആകണം എന്നത് അവർക്ക് തീരുമാനിക്കാവുന്ന ഒന്നാണ്. അത് മറ്റാർക്കും നമ്മൾ വിട്ടുകൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ സമൂഹത്തിൽ ആർക്കും തന്നെ നമ്മളത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവകാശം തന്നെയാണ് പ്രഗ്നൻസി എപ്പോൾ പ്ലാൻ ചെയ്യണമെന്നത് അല്ലെങ്കിൽ എപ്പോൾ പ്രഗ്നൻ്റ് ആകണമെന്നത്. പക്ഷേ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഏജ് അത് ഓരോ ദിവസം കഴിയുന്തോറും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഏജ് കുറയുകയല്ല ചെയ്യുന്നത്, ഏജ് കൂടുകയാണ് ചെയ്യുന്നത്. ഏജ് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സും പ്രഗ്നൻസി അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഏജ് ലിമിറ്റ് ഈ പ്രഗ്നൻസി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വച്ചേക്കുന്നത്. അത് ഒരു പെൺകുട്ടിക്കാണെങ്കിൽ 23 വയസ്സ് മുതൽ 27 വയസ്സ് വരെ എന്നത് അവളുടെ ഗോൾഡൻ പീരീഡ് എന്നാണ് പറയുന്നത്. പ്രഗ്നൻസിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഏജാണ് 23-ാമത്തെ വയസ്സ് മുതൽ 27 വയസ്സ്. അതിനുള്ളിൽ എന്ത് ചെയ്യുക, പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായം, അതാണ് ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്കും പൗരകൾക്കും ഒക്കെ അവകാശം കൊടുത്തിട്ടുണ്ട്. 18 വയസ്സാകുമ്പോൾ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം, ആൺകുട്ടിക്ക് 21ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരുപാട് അനുഭവസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തലോടുകൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഒരു ഏജ്, അതായത് പെൺകുട്ടിക്ക് 23 മുതൽ 27 വയസ്സ് വരെയും ആൺകുട്ടിക്ക് 25 മുതൽ 30 വയസ്സ് വരെ. ആൺകുട്ടിയുടെ കാര്യം വിടുക, ഒരു പെൺകുട്ടി, കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ആണിൽ നിന്നുള്ള ഫാക്റ്റ് വരുമെങ്കിലും പിന്നെ അതിനെ സംരക്ഷിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു ഫീമെയിൽ ഫാക്ടറാണ്. ആണല്ലോ, ഫീമെയിൽസ് ആണ് അത് ചെയ്യുന്നത്, അല്ലേ? അത് ഡെലിവറി ചെയ്തെടുക്കുന്നത് ഫീമെയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആണിൻ്റെ കാര്യത്തിൽ അവർക്ക് ആ ഒരു ഏജ് 30 വയസ്സിന് മുൻപ് അവർ ശ്രമിക്കണമെന്നേ ഉള്ളൂ. 21 മുതൽ 30 വയസ്സിനുള്ളിൽ അവർക്ക് എപ്പോഴും വേണമെങ്കിലും ശ്രമിക്കാം. പക്ഷേ ഒരു പെൺകുട്ടി 23-27 വയസ്സിന് ഇടയിൽ ആണ് പ്രഗ്നൻ്റ് ആകുന്നതെങ്കിൽ അവിടെ വലിയ റിസ്ക് ഒന്നും ഉണ്ടാകില്ല. പക്ഷേ അതിന് താഴോട്ടാണെങ്കിൽ, അതായത് 23 വയസ്സിന് താഴെയാണെങ്കിൽ, കാരണം നമ്മുടെ ഭരണഘടന 18 വയസ്സ് മുതൽ വിവാഹപ്രായം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഈ 18 വയസ്സ് മുതൽ 23 വയസ്സിന് മുൻപ് വരെയുള്ള ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ, ഈ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തോ ഡെലിവറി സമയത്തോ ഒന്നും തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെ ഉണ്ടാകില്ല. കാരണം ചെറിയ പ്രായമാണ്, വളരെ നല്ല ക്വാളിറ്റിയുള്ള എഗ്സും എംബ്രിയോസും ഒക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ വരും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു, ഡെലിവറി എല്ലാം കഴിഞ്ഞു, 1-2 പിള്ളേരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ 3-4 പിള്ളേരുണ്ടാകട്ടെ. അതിനുശേഷം വന്നു ഒരു 35 വയസ്സിന് ശേഷം ആ കുട്ടിയുടെ ഹെൽത്ത് വളരെയധികം ക്ഷയിക്കാനായിട്ട് തുടങ്ങും. കാരണം നേരത്തെ ആണ് ഈ ഒരു വലിയ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സമയമാണ്. ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ഒരു പുതിയ ജന്മത്തെ കൊണ്ടുവരുന്നത്, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് അവൾ. അപ്പം അതുകൊണ്ട് ആ ഒരു ചെറുപ്പപ്രായത്തിൽ തന്നെ അവൾ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുമ്പോൾ അവൾ ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നേരിടേണ്ടതായിട്ട് വരും. അടിവയറ് വേദന, നടുവേദന, പിന്നെ കൈകാലുകൾക്ക് അങ്ങനെയുള്ള ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ
പക്ഷേ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു ക്ഷീണവും പ്രയാസങ്ങളും വരും. എപ്പോഴാണെന്നറിയാമോ? ഒരു 40-45 വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഈ ഒരു ഏജിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഒരു 40-45 വയസ്സിന് ശേഷം വരേണ്ട വേദനകൾ എന്ത് ചെയ്യുന്നു? ഒരു 30-33 അല്ലെങ്കിൽ 34-35 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഈ ഞാൻ പറഞ്ഞ നേരത്തെ ഏർലി പ്രഗ്നൻസി ആവുകയാണെങ്കിൽ, അതായത് ആ ഒരു ഏജ് എത്തുന്നതിന് മുമ്പ് 23 വയസ്സ് എത്തുന്നതിന് മുമ്പ് അവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നേരത്തെ അവർക്ക് കണ്ടു തുടങ്ങും. അപ്പോൾ നേരത്തെ ആകാനും പാടില്ല, ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഏജ് കൂടിപ്പോകാനും പാടില്ല. ഇപ്പോൾ 23 മുതൽ 27 വയസ്സ് വരെയാണ് ഒരു പെൺകുട്ടിയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. ഇനി മെയിലിനെ സംബന്ധിച്ചിടത്തോളം 25 മുതൽ 30 വയസ്സ് വരെയാണ്. അപ്പം അതിനിടയിൽ അതിനുശേഷം 30 വയസ്സിന് ശേഷമാണെങ്കിൽ അവരുടേതായിട്ടുള്ള സ്പേം ക്വാളിറ്റിയൊക്കെ കുറഞ്ഞു പോകുന്നതിനും കൗണ്ട് കുറയാൻ, മോട്ടിലിറ്റി കുറയും, അതിൻ്റെ മോർഫോളജിക്ക് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് അവർക്കും വരാം. അപ്പം അതുകൊണ്ട് ഈ ഒരു ഏജ് നമ്മൾ നോട്ട് ചെയ്യുക. നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പിന്നാലെയും അതുപോലെ തന്നെ കരിയറിൻ്റെ പിന്നാലെയും നമുക്കൊരു ഫിനാൻഷ്യൽ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതിനൊക്കെ നമ്മൾ മാറ്റിവെക്കുന്ന ഒരു ഏജ് തന്നെയാണ് 20 മുതൽ 30 വയസ്സ് വരെ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതിനുള്ളിൽ നമ്മൾ വിവാഹം കഴിക്കാനും അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനും കൂടെ ശ്രമിക്കുക. എന്ന് കരുതി നിങ്ങളുടെ കരിയറിന് പിന്നാലെ പോകരുതെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്നോ നിങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അല്ലെങ്കിൽ ഫാമിലി സെറ്റപ്പ് കൊണ്ടുവരിക എന്നതിൽ നിങ്ങൾ മുൻഗണന കൊടുക്കണം. അതിനൊപ്പം പിന്നെ നമുക്ക് ശ്രമിക്കാമെന്ന രീതിയിൽ മാറ്റി വയ്ക്കരുത്. നിങ്ങൾ ആ ഒരു ഏജ്, അതായത് ഇപ്പോൾ ഒരു വിവാഹം കഴിക്കുന്നത് ഒരു പെൺകുട്ടി 25ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അവൾ അപ്പോഴേ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് തുടങ്ങുക. നേരത്തെ അതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പോകാനല്ല പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ഏജാണ് ആ സമയം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിനൊപ്പം ഇതും കൂടെ ശ്രമിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ഏജ് ലിമിറ്റാണ് ഞാൻ ഇനി പറഞ്ഞത്. 23 മുതൽ 27 വയസ്സ് വരെ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ വെയിറ്റ് കൂടാതെയും നല്ല രീതിയിൽ ബോഡി എക്സസൈസ് ചെയ്യുകയും നമ്മുടെ മെറ്റബോളിസം ഒക്കെ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഏജാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ നിയന്ത്രിച്ചു പോവുക. ഫാസ്റ്റ് ഫുഡൊന്നും അധികമായിട്ട് കഴിക്കാതെ നമ്മുടെ എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനങ്ങൾ, അങ്ങനെ ഇതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കി നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഏജാണ് അത്. ഇനി അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാം, ഞാൻ ഈ പറഞ്ഞ ഏജ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 23 മുതൽ 27 വയസ്സ് വരെ പറഞ്ഞു, ആൺകുട്ടി 25 മുതൽ 30 വയസ്സ് വരെ ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ? പ്ലാൻ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാനും കോംപ്ലിക്കേഷൻസ് കൂടാനും റിസ്ക് കൂടാനും ഇടയാക്കി തീർക്കും. നമുക്ക് റിസ്ക് ഒഴിവാക്കുക, കോംപ്ലിക്കേഷൻ കുറയ്ക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു ഏജ് ലിമിറ്റിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്താലും ഒരിക്കലും കിട്ടും എന്ന് 100% ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കില്ല. എങ്കിലും നമ്മൾ ട്രൈ ചെയ്യാതിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് അങ്ങനെ തെറ്റുണ്ടായതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇല്ലാത്തത് എന്ന് പറയാൻ അങ്ങനെ നമുക്കൊരു കുറ്റബോധം പിന്നെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഏജിൽ വിവാഹം കഴിയുകയാണെങ്കിൽ, അത് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു രീതിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏജ് ലിമിറ്റിനുള്ളിൽ നിങ്ങൾ വിവാഹം കഴിക്കാനും നിങ്ങൾ ഇതിന് വേണ്ടി പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കാരണം നമുക്ക് മറ്റെന്ത് കാര്യങ്ങളും മാറ്റിവെക്കാം. എൻ്റെ കരിയർ ഞാൻ കുറച്ച് കാലത്തേക്ക് ഞാനത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതി എനിക്ക് മാറ്റിവെക്കാം. ഫിനാൻഷ്യൽ സെറ്റപ്പും ഞാനിപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ എനിക്ക് മാറ്റിവെക്കും, വേറെ കുഴപ്പമൊന്നും വരില്ല. എൻ്റെ എഡ്യൂക്കേഷനും വേണമെങ്കിൽ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്ത് എനിക്ക് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമുക്ക് ഏജിനെ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ആ ഏജ് നമ്മൾ പിടിച്ചു വെച്ചാലും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല, ഒരിക്കലും നിൽക്കില്ല, അത് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫാക്റ്റ്
ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗ്നൻസിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ആണ് ഏജ്. ഏജ് കഴിയും തോറും ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഹെൽത്ത് ഇഷ്യൂസ്, റിസ്ക് എല്ലാം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ഏജ് ലിമിറ്റിൽ തന്നെ ആകാൻ വേണ്ടി ശ്രമിക്കുക. അതിന് താഴെ ആണെങ്കിൽ നിങ്ങൾ അപ്പോഴും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യരുത്. കാരണം നമുക്കെന്തായാലും ഒരു ഏജ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. ആ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ തോത് നമ്മൾ വർദ്ധിപ്പിക്കുകയും അത് നേരത്തെ എത്തുകയും നമ്മൾ കാണാൻ വേണ്ടി നേരത്തെ അതെത്തും. നമുക്കൊരു 40-45 വയസ്സിന് ശേഷം നമ്മൾ തിരിച്ചെടുത്തേണ്ട വേദനകൾ നമ്മളൊരു 35 വയസ്സോടുകൂടെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കഴിവതും ഈ ഒരു ഗോൾഡൻ ഏജിൽ മാത്രം നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.